അല്ലേക്കാ ആരാ വരുന്ന നോക്കി? അത് നമ്മളെ മെമ്പർ അല്ലേടത്. അന്തപ്പോള് ഈ വൈക്ക് എങ്ങനെ ഇങ്ങോട്ട് കാറ്റടിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അയക്കണ്. അതാണ് പുയ്യാപ്പള മെല്ലെ തപ്പി പിടിച്ച് വരുന്നത്. ചേട്ടാ എന്തൊക്കെ കേക്കാ അർഷിതേ എല്ലാ കേക്കാ. എന്താ മോളെ സ്ഥിതി എന്താ? മോളെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? മെമ്പറെ മോളെ പഠിപ്പ് കഴിഞ്ഞ് ഓളെ ഒരു കല്യാണം തന്നെ അതും കഴിഞ്ഞ് ഓക്ക് മക്കളുമായി. ഞാനൊരു കത്ത് നിങ്ങളെ പുറകെ കൊണ്ടുപോയി കൊടുത്തിനി. ആ ഭാഗത്തേക്ക് നിങ്ങള് വന്നില്ലല്ലോ. എല്ലാ മെമ്പറെ, നിങ്ങൾ ഇവിടെ അടി ഉണ്ടായില്ലേ? ഞാൻ എന്റെ വീടിന്റെ അടുത്തേ ഒരു വീട് വീണ നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടേ നിങ്ങൾ ആ ഭാഗത്തും കൂടി തിരിഞ്ഞു നോക്കിയില്ലല്ലോ. 6 മാസമായി എന്റെ ഒരു വയ്യന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമുള്ളൂ. ഈ എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നോ എനിക്ക്? ഈ അയ്യഞ്ഞ് കൊല്ലാകുമ്പോഴത്തെ നിങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആ സ്വഭാവം നിങ്ങൾ തൽക്കാലം ഒഴിവാക്കണം. നിങ്ങൾ അങ്ങനത്തെ കാലല്ലത്. നല്ല നല്ല കൊണ്ടന്മാരെ വീട്ടിൽ വേറെ ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക്. സുരേഷേട്ടാ കൊയക്ക, ഈ പ്രാവശ്യം ചെറിയൊരു പാൾട്ട് വന്നു കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം നിങ്ങളെ കൂടുതൽ ഞാൻ ഉണ്ടാവും നമ്മളെ വാർഡില്. റഷീദേ, എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്തായാലും ഈ പ്രാവശ്യം കൂടി നിങ്ങൾ ഒന്ന് റഷീദേ എന്നാ അപ്പൊ ഞാൻ ഓക്കെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കൊലയൊക്കെ തരും ഇതേ വർത്താനം പറയും. എന്തൊക്കെ ആനയാക്കും കുതിരാക്കും അങ്ങനെ ആക്കി തരും ഇങ്ങനെ ആക്കി തരും. ഇതൊന്നും ഇപ്പൊ കാണും. ഇപ്പോഴാ അവനെ കാണുന്ന. സുരേഷേട്ടാ, ഒരു മെമ്പർ എന്ന് പറഞ്ഞാല് നാട്ടിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനത്തെ ആൾക്കാരേ ഉള്ളൂ ഇപ്പൊ ആൾക്കാർ ജയിപ്പിച്ചു വിടുള്ളൂ. കാലൊക്കെ മാറിക്കണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാലേ ഇവർക്ക് നന്നാവും. ഒരു 20 മിനിറ്റ് നമ്മൾ പറയുന്നത് ഉറപ്പില്ലാതെ ഓൻ കേട്ടു നിന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ 2 മിനിറ്റ് ഓനായി ഉണ്ടാവില്ല.